ഇന്നത്തെ റെസിപ്പി ബ്രെഡും ഉരുളക്കിഴങ്ങും വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി, അതുപോലെ കുറച്ച് സമയം മതി ഇതുണ്ടാക്കാൻ. ഇഫ്താറിൻ്റെ ടൈമിൽ കെച്ചപ്പിൻ്റെ കൂടെയോ മയണൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിൻ്റെ മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബ്രെഡും ഉരുളക്കിഴങ്ങുമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതിപ്പം കുറച്ച് വലുപ്പമുള്ളൊരു 2 ഉരുളക്കിഴങ്ങ് എടുത്ത് അത് ഉപ്പിട്ട് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ച് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം ചെറുതായിട്ടാണ് മുറിക്കേണ്ടത്. ഒരു പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചത്, 2.5 ടേബിൾ സ്പൂണോളം ഉള്ളി മുറിച്ചത്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം മുറിച്ചതും. ക്യാപ്സിക്കം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയില മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് റെഡിയാക്കാം. ബ്രെഡ് വട്ടത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ അടുത്തൊരു കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്യുക. അല്ലാത്തവർ ഇതുപോലെ എന്തെങ്കിലും ഒരു മഗ്ഗോ അല്ലെങ്കിൽ നമ്മുടെ ടിന്നിൻ്റെ ഒക്കെ മൂടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു 6-7 സ്ലൈസ് ബ്രെഡ് കട്ട് ചെയ്തെടുക്കുക. കാരണം അത്ര എണ്ണത്തേക്കുള്ള മിക്സാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കുറേ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡബിൾ ചെയ്തിട്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ബ്രെഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അസംബിൾ ചെയ്യണം. അപ്പോൾ ഓരോ ബ്രെഡിൻ്റെ പീസായിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ മിക്സ് വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 2-2.5 ടേബിൾ സ്പൂണ് വെക്കേണ്ടി വരും. ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡിൻ്റെ മേലേക്കൊക്കെ ഇങ്ങനെ പൊട്ടറ്റോ മിക്സ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കിത് പൊരിക്കാൻ തുടങ്ങാം. പൊരിക്കുന്നതിന് മുന്നേ ആ പൊട്ടാറ്റോ ഫില്ലിങ് വെച്ചിട്ടുള്ള ഭാഗത്ത് കുറച്ച് മൈദ പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ മേലെ ഒന്നാക്കി കൊടുക്കണം. അതെന്തിനാ വെച്ചാൽ നമ്മളിത് പൊരിക്കാനായിട്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ ആ ഫില്ലിങ്ങിലുള്ളതൊക്കെ പുറത്തേക്ക് വരാതെക്കാനാണ്. അപ്പോൾ മൈദ പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഇതൊരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള പേസ്റ്റാക്കി മാറ്റുക. അങ്ങനെ നമ്മുടെ മൈദ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് പൊരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രം കുറച്ച് മൈദ പേസ്റ്റ് എടുത്തിട്ട് ആ പൊട്ടാറ്റോ ഫില്ലിംഗ് ഉള്ള ഭാഗത്ത് ഒന്നാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യുക. പിന്നെ ഇത് ആദ്യം ഇങ്ങനെ എല്ലാത്തിലും ചെയ്ത് വെക്കരുത്. പൊരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കിത് പൊരിക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ചിട്ട് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മൈദ പേസ്റ്റ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മേൽഭാഗത്തേക്ക് ഇങ്ങനെ ഓയിലാക്കി കൊടുക്കണം. പിന്നെ ഫ്ലെയിം മീഡിയത്തിലാണ് വെക്കേണ്ടത്. ഹൈയിലാക്കി കഴിഞ്ഞാൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ ഫ്ലെയിം ലോ ആക്കി കഴിഞ്ഞാൽ ബ്രെഡ് നല്ലോണം എണ്ണ കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇടുക. ബ്രെഡിൻ്റെ ഭാഗം താഴേക്ക് വരുന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ടത് പെട്ടെന്ന് തന്നെ മറിച്ചിടും വേണം, കാരണം ബ്രെഡ് വേഗം തന്നെ മൊരിയും. പിന്നെ ഈ പൊട്ടറ്റോൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം.
ഇതേപോലെ ബാക്കിയുള്ളതും മൈദ പേസ്റ്റ് ആക്കിയിട്ട് പൊരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഈസി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ബ്രെഡ് കോയിൻസ് എന്നാണ് പറയൽ. നല്ല ടേസ്റ്റാണ്. ഞാനിപ്പം കെച്ചപ്പിൻ്റെ കൂടെയാണിത് സെർവ് ചെയ്യുന്നത്. അടിപൊളിയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ആ ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം മാത്രം മതി, ബാക്കിയൊക്കെ നമുക്ക് സ്പീഡിൽ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക. മിസ്സസ് മലബാർ എന്നാണ് ഇൻസ്റ്റ ഐഡിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്